ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സണ്ണി ലിയോൺ തകർത്തഭിനയിച്ച ഒരു പുനർജന്മ കഥയാണ്. 300 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പ്രണയം, ചതി, പ്രതികാരം, പിന്നെ കോടികൾ വിലമതിക്കുന്ന ഒരു അത്ഭുത പ്രതിമ. ഇതെല്ലാം ചേർന്ന ഒരു കിടിലൻ ത്രില്ലറാണ് ഏക് പെഹലി ലീല. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഥയിലെ നായകൻ കരൺ എന്ന ഒരു സിംഗറാണ്. അവൻ തൻ്റെ ഫ്രണ്ട്സിനൊപ്പം മുംബൈയിലെ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു. കരണിൻ്റെ സിസ്റ്റർ രാധികയും അവളുടെ ഫ്രണ്ട് ആൻറ്റിയും ഫാഷൻ ഫോട്ടോഗ്രാഫർമാരാണ്. ഇവരുടെ ഒരു വലിയ ഫാഷൻ ഷോ ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അതിലേക്ക് നമ്മുടെ നായികയായ മീരയെ റോൾ ചെയ്തിരിക്കുന്നത് സണ്ണി ലിയോനാണ്. കൊണ്ടുവരാൻ ഇവർ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ മീരയ്ക്ക് ഇന്ത്യയിലേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് രാധികയും ആൻറ്റിയും കൂടി ഒരു ബുദ്ധി പ്രയോഗിക്കുന്നു. മീരയെ പാർട്ടിയിൽ വെച്ച് നന്നായി മദ്യപിപ്പിച്ച് ബോധം കെടുത്തി ഫ്ലൈറ്റിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു. ബോധം വന്നപ്പോൾ താൻ രാജസ്ഥാനിലാണെന്ന് മീര അറിയുന്നു. ആദ്യം കുറച്ച് ദേഷ്യപ്പെട്ടെങ്കിലും അവിടുത്തെ ഭംഗിയും രാജസ്ഥാനി പെൺകുട്ടികളുടെ വസ്ത്രധാരണവും അവരുടെ ഡാൻസും ഒക്കെ കണ്ടപ്പോൾ മീര കൂളായി. അങ്ങനെ അവിടെ വെച്ച് അവൾ രൺവീർ സിംഗ് എന്ന ഒരു രാജകുമാരനെ കണ്ടുമുട്ടുന്നു. രണ്ടുപേരും പ്രണയത്തിലാവുന്നു, കല്യാണം കഴിക്കുന്നു. പക്ഷെ രൺവീറിനൊരു ശത്രുവുണ്ട്, സ്വന്തം കസിനായ വിക്രം സിംഗ്. ഇവരുടെ കുടുംബസ്വത്തായ വലിയൊരു കൊട്ടാരത്തിന് വേണ്ടിയുള്ള തർക്കത്തിലാണിവർ. ഇനിക്കത് നമ്മുടെ കരണിലേക്ക് വരാം. മുംബൈയിൽ കരണിന് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ആരോ തന്നെ ചാട്ടവാറ് കൊണ്ടടിക്കുന്നതായും താൻ ലീല ലീല എന്ന് വിളിച്ച് കരയുന്നതായും അവൻ സ്ഥിരമായി സ്വപ്നം കാണുന്നു. ഇത് സഹിക്കാൻ വയ്യാതെ ഫ്രണ്ട്സ് അവനെ ഒരു നാഡി ജോത്സ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ജോത്സ്യൻ പറയുന്നത്. കരണിൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഇപ്പോഴത്തെ ജീവിതമല്ല, 300 വർഷം മുൻപുള്ള അവൻ്റെ മുൻജന്മമാണ്. അങ്ങനെ നമ്മൾ 300 വർഷം പുറകിലേക്ക് പോകുന്നു. അന്ന് കരൺ ശ്രാവൺ എന്ന പേരുള്ള ഒരു യുവാവായിരുന്നു. അവന് ലീല എന്ന സുന്ദരിയായ പെൺകുട്ടിയുമായി പ്രണയമുണ്ടായിരുന്നു. പക്ഷേ അതിലെ വില്ലൻ ശ്രാവണിൻ്റെ ഗുരുവായിരുന്ന ഭൈരവ് എന്ന ശില്പിയായിരുന്നു. ലീലയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ഭൈരവ് അവളെ മോഡലാക്കി ഒരു ശില്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ ലീലയ്ക്ക് ശ്രാവണിനെയാണ് ഇഷ്ടമെന്നറിഞ്ഞ ഭൈരവ് ഭ്രാന്തമായി പെരുമാറുന്നു. അവൻ ശ്രാവണിനെ ചാട്ടവാറ് കൊണ്ടടിക്കുകയും തലക്കടിച്ചു കൊല്ലുകയും ചെയ്യുന്നു. ലീലയെ മലമുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുന്നു. അതാണ് കരണിനെ ഇപ്പോഴും വേട്ടയാടുന്നത്. ജോത്സ്യന്റെ ഉപദേശപ്രകാരം കരൺ രാജസ്ഥാനിലെ ആ പഴയ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ആ തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ ഭൈരവുണ്ടാക്കിയ ലീലയുടെ പ്രതിമ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വിക്രമിനും രൺവീറിനും അറിയാം. ആ പ്രതിമയ്ക്കിന്ന് $10 ബില്യൺ വില. കരൺ അവിടെ എത്തിയതും വിക്രം അവനെ പിടികൂടി രൺവീറിന്റെ കൊട്ടാരത്തിലെത്തിക്കുന്നു. അവിടെ വെച്ച് കരൺ മീരയെ കാണുന്നു. മീരയെ കണ്ടതും ഇതാണ് എൻ്റെ ലീല എന്ന് കരൺ തിരിച്ചറിയുന്നു. മീരയ്ക്കൊന്നും ഓർമ്മയില്ല. പക്ഷേ കരൺ ഒരു പഴയ പാട്ട് പാടുമ്പോൾ മീരയ്ക്ക് തൻ്റെ പൂർവ്വജന്മ ഓർമ്മ വരുന്നു. ഇതെല്ലാം കണ്ടു നിന്ന വില്ലൻ വിക്രം പ്രതിമ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ മീരയെയും കരണിനെയും തട്ടിക്കൊണ്ടുപോകുന്നു. പ്രതിമ കിട്ടാൻ വേണ്ടി വിക്രം മീരയെ ഉപദ്രവിക്കുമ്പോൾ ഗതികെട്ടുകാരൻ ആ രഹസ്യ അറ കാണിച്ചു കൊടുക്കും. പക്ഷെ വിക്രം പ്രതിമ എടുക്കും മുൻപേ നമ്മുടെ ഹീറോ രൺവീർ അവിടെ എത്തി വിക്രമിനെ വെട്ടി വീഴ്ത്തുന്നു. ഇവിടെയാണ് സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. എല്ലാവരും വിചാരിച്ചത് കരണാണ് ശ്രാവണിന്റെ പുനർജന്മം എന്നാണ്. എന്നാൽ അതല്ല സത്യം. ശ്രാവൺ മരിച്ചു പുനർജനിച്ചതാണ് രാജകുമാരൻ രൺവീർ. അപ്പോൾ കരൺ ആരാണ്? ശ്രാവണിനെയും ലീലയെയും ക്രൂരമായി കൊന്ന ആ ശില്പി ഭൈരവിന്റെ പുനർജന്മമാണ് കരൺ. താൻ മുൻ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഓർമ്മയാണ് തന്നെ വേട്ടയാടുന്നതെന്ന് കരൺ തിരിച്ചറിയുന്നു. കുറ്റബോധം കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും രൺവീറും മീരയും അവനെ തടയുന്നു. അവസാനം കരണിന്റെ ആൽബം ഹിറ്റാകുന്നു. രൺവീറും മീരയും ഒന്നിക്കുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്. ഇതാണ് ഏക് പെഹലി ലീല എന്ന സിനിമയുടെ കഥ. പുനർജന്മവും ട്വിസ്റ്റും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. തെലുങ്കിലെ മഗധീര എന്ന ചിത്രവുമായി എവിടെയൊക്കെ ഒരു സാമ്യമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ മൂവി എക്സ്പ്ലനേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.